അധിക നാൾ മുമ്പല്ല സുഹൃത്തിന് മെഡിക്കൽ കോളേജിൽ താൻ നേരിട്ട നരകയാതന സുഹൃത്തിനോട് പറഞ്ഞ് വേണു മരിച്ചുപോയത്. അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്, വേണമെങ്കിൽ വേണുവിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ്. കൊലയ്ക്ക് കൊടുത്തതാണ് എന്നതിന് മലയാളം. സിന്ധു ചേരുന്നൊരു ഭാര്യ നമ്മൾ അന്ന് സംസാരിച്ചാണ്. സിന്ധു തികഞ്ഞ അനാസ്ഥയാണ് എന്ന് വ്യക്തമായിട്ടും ഏതെങ്കിലും ഒരു നടപടി ഇതുവരെ ഇല്ല. ഏതെങ്കിലും സർക്കാർ സഹായം നിങ്ങൾ കിട്ടിയിട്ടില്ല. മറിച്ചൊരു അനുഭവം ഇവിടെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ബിസ്മീറിന്റെ ഭാര്യയ്ക്ക് ഉണ്ടാകും എന്ന് കരുതുന്നുണ്ടോ സിന്ധു? തീർച്ചയായിട്ടും എനിക്ക് എന്താണോ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. കാരണം ഈ മെഡിക്കൽ ഫീൽഡ് എന്താ ഈ കാണിക്കുന്നത്? തികച്ചും അന്ന് നവംബർ 5-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്ന ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നായ്ക്കളുടെ ജീവൻ്റെ വില പോലും മനുഷ്യർക്ക് കൊടുക്കുന്നില്ല. അത് വീണ്ടും വീണ്ടും അവർ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും വേദനാജനകമാണ് ഇപ്പോൾ ഞാൻ ഈ കാര്യം ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും സങ്കടം തോന്നി. കാരണം വീണ്ടും വീണ്ടും നമ്മൾ ഇനിയും ഇങ്ങനെ ഒരു ജീവൻ പൊലിയാൻ പാടില്ല എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് അന്ന് വേണമെന്ന് ഈ ഒരു വീഡിയോ ഇട്ട്. കാരണം ഞാനോ എന്തായാലും എൻ്റെ കുടുംബത്തിനോ അല്ല ഞാൻ നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇനിയെങ്കിലും ഇങ്ങനെ ഒരു ജീവൻ പൊലിയാതിരിക്കട്ടെ എന്നുകൊണ്ട് ആ ഒരു ഇത് കൊണ്ട് മാത്രമാണ് അന്നൊരു വീഡിയോ വേണമെന്ന് ഇട്ടത്. എന്നിട്ട് പോലും ഇനിയും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇത് തന്നെ. ഏറ്റവും വേദനാജനകം. അതുപോലെ തന്നെ അന്ന് മരണപ്പെട്ട് ഇന്നും ഏകദേശം 80 ദിവസത്തോളമായി സർക്കാരിന്റെ ഭാഗത്ത് ഒരു വിളി പോലും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വ്യക്തമായി എഴുതി. ഇപ്പൊ അന്ന് അതിനുശേഷം ഏതോ ഡോക്ടർമാരുടെ സംഘം വാർത്താ സമ്മേളനം നടന്നു. നേരത്തെ പറഞ്ഞ പോലെ ഏതോ പഴയ ഗവേഷക പേപ്പറൊക്കെ എടുത്തു വെച്ച് ലോകത്തിന്റെ ഏതോ ഭാഗത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് സ്ഥാപിക്കാൻ ഒരു വാർത്താ സമ്മേളനം. ഒന്നും ഒരു ചുക്കുമല്ല ഉണ്ടായത്. അടിമുടി അനാസ്ഥയാണെന്നും DHS മുതൽ മെഡിക്കൽ കോളേജ് വരെ ഉണ്ടായത് ഗുരുതരമായ അനാസ്ഥകളുടെ ഘോഷയാത്രയാണെന്നും ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് എഴുതി വെക്കുന്നത്. എന്നിട്ടും ആരോഗ്യവകുപ്പിൽ ആരും വിളിച്ചിട്ടില്ല. മന്ത്രി പോട്ടെ, ആരോഗ്യവകുപ്പിൽ ആരും വിളിച്ചിട്ടില്ല. ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. ഇതുവരെ എന്തിനു പറയുന്നു, ഈ സ്ഥലത്തെ MLA പോലും എന്നെ ഒന്നും വിളിച്ചിട്ടില്ല. ഏറ്റവും വേദനയാണ് ഇതൊക്കെ. ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. ഒരു സഹായവും ആരും എത്തിച്ചിട്ടില്ല ഇതുവരെ. ഞങ്ങൾ എങ്ങനെ കഴിയുന്നു എന്ന് പോലും ഇതുവരെ ആരും തിരക്കിയിട്ടില്ല ഞങ്ങളെ. 2 മക്കളുമായിട്ട് ജീവിക്കുന്നതാണ്. സിന്ധുവിനുള്ളത് ചെറിയ ജോലിയാണ്, ചെലവുകളുണ്ട്. വീട്ടിലെ ഏക പ്രധാന വേണു അദ്ദേഹം ഓട്ടോ ഓടിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് അവിടുത്തെ പാവങ്ങൾ കൂടി സഹായിച്ച മനുഷ്യനാണ് ഇല്ലാത്ത പൈസയ്ക്ക്. എന്നിട്ട് ആ ഒരു സാന്നിധ്യം ഇല്ലാതായി പോയപ്പോഴേക്കും എങ്ങനെ ജീവിക്കുന്നു എന്ന് അന്വേഷിക്കുന്ന ഒരു സർക്കാർ സംവിധാനം നമുക്കില്ല സിന്ധു. ഇല്ല. ഇനിയും ഇതുപോലെ മരണങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരൊന്നും ചെവികൊള്ളുന്നില്ല. അവർ അവരുടേതായ കാര്യങ്ങൾ മാത്രം നോക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.